ഫ്രണ്ട്സ്, മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയും കണ്ണനും ലേഖയും തമ്മിലുള്ള വീടിനുള്ളിലെ സംഭാഷണമാണ് കാണിക്കുന്നത്. കുഞ്ഞിനെ കാണാതായ സങ്കടത്തിൽ മഹി ലേഖയോട് ദേഷ്യപ്പെടുകയും കണ്ണനോട് കരഞ്ഞു പറയുകയും ചെയ്യുന്ന ഭാഗമാണ് കാണിക്കുന്നത്. മഹി ലേഖയോട് പറയുകയാണ്, കുഞ്ഞിനെ നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ അടക്കി പിടിച്ചിരുന്നത്? കണ്ണൻ മഹിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഇങ്ങനെ കരയാതെ, നമുക്ക് കുഞ്ഞിനെ കണ്ടുപിടിക്കാം. ഇത് കേട്ട മഹി കണ്ണനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ കാണണം. എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചുതാ. നമ്മുടെ കുഞ്ഞിനെ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ കണ്ണേട്ടാ? നിങ്ങൾ എന്താണ് കണ്ണേട്ടാ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്? കുഞ്ഞിനെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചുതാ. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുതാ. എനിക്കൊരു നിമിഷം പോലും എൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ജാനമ്മ താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നോർത്ത് സങ്കടപ്പെടുന്നു. ലേഖയ്ക്കും സങ്കടം സഹിക്കാൻ കഴിയാതെ വരുന്നു. അടുത്ത രംഗത്തിൽ മാർക്കോയും ഒട്ടുപാലയും തമ്മിലുള്ള വഴിയിൽ വെച്ചുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ഓടാൻ ശ്രമിച്ച ഒട്ടുപാലയെ മാർക്കോ പിടികൂടി ചോദ്യം ചെയ്യുന്ന ഭാഗമാണ് കാണിക്കുന്നത്. നീ എന്തിനാണ് ഞങ്ങളെ കണ്ടപ്പോൾ ഓടിയത്? ഇത് കേട്ട ഒട്ടുപാല അത് ഞാൻ വെറുതെ ഓടിയതാണെന്ന് മറുപടി പറയുന്നു. ഇത് കേട്ട മാർക്കോ ദേഷ്യത്തോടെ പറയുകയാണ്, സത്യം പറയടാ, ആ കുഞ്ഞിനെ കാണാതായതിന്റെ പിറകിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇത് കേട്ട ഒട്ടുപാല സത്യം പറയാതിരുന്നപ്പോൾ മാർക്കോ നല്ല രീതിയിൽ മർദ്ദിക്കുന്നു. അടിപേടിച്ച് ഒട്ടുപാല സത്യം തുറന്നു പറയുന്നു. ഒട്ടുപാല സത്യമെല്ലാം വെളിപ്പെടുത്തുന്നു. ഇതിന്റെ പിറകിൽ ആ പ്രതാപൻ സാറാണെന്നും സാറ് പറഞ്ഞിട്ടാണ് ഞാൻ കുഞ്ഞിനെ എവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി കുപ്പത്തൊട്ടിയിലിട്ടതെന്നും പറയുന്നു. അടുത്ത രംഗത്തിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തെ സംഭാഷണമാണ് കാണിക്കുന്നത്. കുപ്പത്തൊട്ടിയിൽ കുഞ്ഞിനെ കാണാതെ മാർക്കോയും അനന്തവും വിഷമിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. മാർക്കോയും അനന്തവും വിഷമത്തോടെ പറയുകയാണ്, സാറേ, കുഞ്ഞിനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങോട്ട് പോയി കുഞ്ഞ്? ഇത് കേട്ട അനന്തു മറുപടി പറയുകയാണ്, നമുക്ക് നോക്കാം. എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കും കുഞ്ഞിനെ, നമുക്ക് അന്വേഷിക്കാം. അടുത്ത രംഗത്തിൽ മാർക്കോയും ഭിക്ഷക്കാരനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. കാറ് കണ്ട് പരിഭ്രമിച്ച ഭിക്ഷക്കാരനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്ന ഭാഗം. അനന്തവും മാർക്കോയും പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കണ്ടതും പരിഭ്രമിക്കുന്നത്? ഈ സമയം തുണിക്കുള്ളിൽ നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. അത് കണ്ണനെയും മഹിയുടെയും കുഞ്ഞാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഇത് കണ്ട ഭിക്ഷക്കാരൻ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നു. എനിക്ക് ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് നിന്നാണ് കുഞ്ഞിനെ കിട്ടിയതെന്നും അവിടെ ആരും ഇല്ലാതെ കിടക്കുന്നത് കണ്ട് ഞാൻ എടുത്തു കൊണ്ടുപോകുന്നതാണെന്നും പറഞ്ഞ് അവർ കുഞ്ഞിനെ അയാളിൽ നിന്നും തിരികെ വാങ്ങി സുരക്ഷിതയാക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.